സംസ്ഥാനത്ത് റേഷൻ കാർഡ് കൈവശമുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട 86,000 പേരാണ് ഇപ്പോൾ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത്. മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവർക്ക് വാർഷിക വരുമാനം 3 ലക്ഷത്തിലധികമുള്ളവരെ കണ്ടെത്തിക്കൊണ്ടാണ് കേന്ദ്രം ഈ ഒരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഈ കേന്ദ്രം തന്നെ ഇത്തരത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന 86,000 പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള വിവരം സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ കൈപ്പറ്റിയ റേഷൻ വിഹിതത്തിൻ്റെ തുകയും പിഴയായി ഈടാക്കാനുള്ള തീരുമാനമാണ്. 1 കിലോ അരിക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും ചുമത്തിയാണ് പിഴ ഈടാക്കുക എന്നുള്ള വിവരമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ പുതുതായി GST രജിസ്റ്റർ ചെയ്യുന്നവർ, പുതിയ കമ്പനി രൂപവൽക്കരണം ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനും പിഴ ഈടാക്കാനുമുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AI ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി ഈ പിഴ അടയ്ക്കേണ്ടവരെയും അതോടൊപ്പം തന്നെ പുറത്താകേണ്ടവരെയും മുൻഗണനാ പട്ടികയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സംവിധാനം കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഒരു വീട്ടിൽ തന്നെ വാർഷിക വരുമാനം 3 ലക്ഷത്തിലധികമുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പട്ടികയിൽ നിന്നും മാറ്റണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ മുൻഗണനയ്ക്കുള്ള പട്ടികയിലുള്ള റേഷൻ കാർഡ് കിട്ടാനുള്ള അവകാശമില്ല എന്നുള്ളതുകൊണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അത് കൈപ്പറ്റി പോകുന്നവരെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ GSTക്കെല്ലാം പുറമേ തന്നെ സബ്സിഡിയോടെ 1 ഏക്കറിലധികം വസ്തു കൈവശപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ പട്ടിക കൂടി തയ്യാറാക്കി അവരെയും ഇതിൽ നിന്ന് പുറത്താക്കുകയും പിഴ ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.